ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച ഒരു ദൈവിക ആലോചന നമുക്ക് ഈ പകലത്തെ ദൈവജന ധ്യാനത്തിലേക്ക് നമുക്ക് നീങ്ങി ചിന്തിക്കാം. യെശയ്യാപ്രവാചന പുസ്തകം 43-ാം അധ്യായം 21-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കാമോ? 21-ാമത്തെ വാക്യം. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കുമെന്ന വാക്ക് വളരെ ഗൗരവമേറിയ ഒരു വചനത്തിൻ്റെ വെളിപ്പാടാണ്. നാം ദിവസങ്ങളിൽ ചിന്തിക്കുന്ന കാര്യം, ദൈവത്തിന് പകരമായി നിന്നുകൊണ്ട് സംസാരിപ്പാൻ ചില വ്യക്തികളെ ദൈവാത്മ ഒരുക്കിയെടുക്കുന്നു എന്നതാണ് നമ്മുടെ മെസ്സേജ്. അതിനുവേണ്ടി നമ്മൾ ചിന്തിച്ച വചനം യോശുവയുടെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെയാണ് നാം അതിനെ ബേസിക്കിട്ട് നാം ചിന്തിച്ചു കൊണ്ടുവന്ന ദൈവീയ വെളിപ്പാടുകൾ. അതിന് നമ്മൾ മോശയുടെ പദ്ധതി മുതൽ, അല്ലെങ്കിൽ മോശ ദൈവം തിരഞ്ഞെടുത്ത കാര്യം മുതൽ നാം ദൈവജനത്തെ ധ്യാനിപ്പാടിയാക്കി. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന മേഖലയും യഹോവ എന്ന പദം, അല്ലെങ്കിൽ സ്തോത്രം, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ പുലർത്തുന്ന, നമുക്ക് വേണ്ടി സദാസമയം നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ളൊരു ആത്മജ്ഞാനമാണ്. അത് നാം വളരെ സവിസ്തരമായിട്ട് ആ വിഷയത്തെ നാം ബോധ്യപ്പെടുകയും അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവ് ഒരുപോലെ കൊണ്ടുവരുവാനും നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അനുവാദം ദൈവത്തെ തരുവാൻ കർത്താവിടിയാക്കി. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലും 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ദൈവീയ ആലോചനകൾ നമുക്ക് എടുക്കുവാൻ ദൈവാത്മാ സഹായിച്ചു. ഒരു സൃഷ്ടിക്കുന്ന കർത്താവിനെ കുറിച്ച്, ആ സൃഷ്ടികർത്താവ് ദൈവത്തെ തന്നെ സംരക്ഷിക്കുന്ന കർത്താവിനെ കുറിച്ചും, അപ്പോൾ തന്നെ ആ ദൈവം ഒരിക്കലും ചേഞ്ച് ആകുന്ന കർത്താവല്ല, അവൻ മാറ്റമില്ലാത്ത കർത്താവാണ് എന്നതിനെക്കുറിച്ചും നമുക്ക് ആത്മാൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കൊരു ബോധ്യം വന്നു. യെശയ്യാപ്രവാചന 43-ാം അധ്യായം നാം ചിന്തിച്ചതുപോലെ അതിൻ്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ശ്രോത്ര വായിക്കാമോ? അതൊരു ഉറപ്പാണ്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകരുത്. നിങ്ങളെ ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അറിഞ്ഞു. നമ്മുടെ ഇടയിൽ തമ്മിൽ ഒരു ഗ്യാപ്പില്ല. നിങ്ങളെ ഫസ്റ്റ് ഓൺ ഞാൻ നിങ്ങളെ അറിഞ്ഞു, കണ്ടു, കേട്ടു. അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ദൂത് പറയാനുണ്ട്. എനിക്ക് നിങ്ങളെ അറിഞ്ഞതുപോലത്തെ നിങ്ങൾ എന്നെ അറിഞ്ഞു. അതിനകത്ത് നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ആ പരസ്പരമുള്ള അറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് അനുഗ്രഹത്തിലും അവകാശത്തിലും ദൈവത്തിന് പകരം നിന്നുകൊണ്ട് സംസാരിപ്പാൻ തക്കവണ്ണമുള്ള ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്, ദൈവത്തിന് പകരക്കാരനായി നിന്ന് സംസാരിപ്പാൻ തക്കവണ്ണമാണ്. അതാണ് നമ്മൾ വായിച്ച വാക്ക്. ആ വായിച്ച ഒന്നൊരു വായിച്ചു, ജേസി വായിച്ചു, അടുത്ത കണ്ണിയും ഒരു വായിച്ചു, അടുത്ത വാക്കും ഒരു വായിച്ചു. അതുകൊണ്ട് ആ ദൈവം അത് വാക്കാൻ, നിങ്ങൾ എന്റെ സാക്ഷികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പകരമായിട്ട് അത്ഭുതം ചെയ്യണം, നിങ്ങൾ എനിക്ക് പകരമായിട്ട് സംസാരിക്കണം, നിങ്ങൾ എനിക്ക് പകരമായിട്ട് ഇടപെടണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ സാക്ഷികളാകണമെങ്കിൽ നാവ് വേണം. ആ നാവിനകത്തൊരു അധികാരം വേണം. ദൈവത്തിൻ്റെ അത്ഭുതം പറയണം, ദൈവത്തിൻ്റെ അത്ഭുതത്തെ ചെയ്യണം. മോശ മിസ്രൈമിൽ പോയി ഫറവോന് മുമ്പിൽ പോയി അത്ഭുതം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഒന്ന് വടിയിട്ടു, 2 തരം നാവ് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനകത്ത് ദൈവത്തിന് അത്ഭുതം ദൈവം ചെയ്ത പോലെയാണ് ഇന്ന് നമ്മൾ ഇടപെടുന്ന വാക്ക്. ഈ ഉപവാസത്തിൻ്റെ 11-ാം ദിവസം ഇടപെടുന്ന വാക്കാകുന്നു. നിങ്ങൾ എൻ്റെ സാക്ഷിയാകണം. സാക്ഷിയാകണമെങ്കിൽ നിങ്ങളൊരു അത്ഭുതം ചെയ്യണം. നിങ്ങളുടെ നാവ് അത്ഭുതം ചെയ്യാൻ ഉപയോഗിക്കണം.
അതിനുവേണ്ടി നിങ്ങളുടെ നാവിനെ ഒരു അധികാരമുള്ള വായു ഉപയോഗിക്കണം. ആ അധികാരം വാവ് ഉപയോഗിക്കാൻ തക്കവണ്ണമാണ് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ 11ാമത്തെ പകലാണ് ആ ദൈവസന്നിധി പരിപാടിയാക്കിയത്. പ്രൈസ് ദി ലോർഡ്. നാം കൽപ്പിച്ചത് തന്നെ സംഭവിക്കത്തുള്ളൂ. ഞാൻ വൈകുന്നേരം മറ്റൊരു ചിന്ത എൻ്റെ അകത്ത് വന്നു. അത് അല്പം വിടുതൻ്റെ ഒരു ആത്മീയ ദ്യൂതമായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കുന്നു. അതുകൊണ്ട് മാക്സിമം ആ ദൂത് കൂടി ഒന്ന് പ്രാപിപ്പാൻ ഒരുക്കപ്പെടണം. ഞാൻ ഇപ്പോൾ 1-2 വെളിപ്പാട് മാത്രം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ സാക്ഷിയാകണം. നിങ്ങളുടെ സാക്ഷിയാകണമെങ്കിൽ ഇന്നലെ വായിച്ച 18ാമത്തെ വാക്യം, നിങ്ങളുടെ പുറത്തു കിടക്കുന്ന ടെൻഷൻസ് എല്ലാം നിങ്ങളുടെ കൈകൾ കൊട്ടമിട്ടൊഴിയണം. പിന്നെ നിങ്ങളുടെ തോൾ ചുമടൽ മാറണം. വായിച്ച 18ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ ഇന്നലത്തെ കഷ്ടം, ദാരിദ്ര്യം, ഇല്ലായ്മ, ശൂന്യതൊക്കെ മറക്ക്. നിങ്ങൾ എൻ്റെ സാക്ഷിയാകേണ്ട വ്യക്തിയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യേണ്ട വ്യക്തിയാണ്. ഇന്നലത്തെ നിങ്ങളുടെ ദാരിദ്ര്യം, ഇന്നലത്തെ നിങ്ങളുടെ ശൂന്യത, ഇന്നലത്തെ നിങ്ങളുടെ ഇല്ലായ്മ, ഇന്നലത്തെ നിങ്ങളുടെ എല്ലാ ആദിയും വ്യാധിയും എല്ലാം മറക്ക്. കാര്യം നിങ്ങൾ റെപ്രസെന്റേറ്റീവ് ഓഫ് മീ. നിങ്ങൾ എനിക്ക് പകരക്കാരൻ നിൽക്കേണ്ട വ്യക്തിയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പോകേണ്ട വ്യക്തിയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പോകേണ്ട വ്യക്തി ആയതുകൊണ്ട് അതിന്റെ ശൗര്യം, അതിന്റെ അധികാരം, അതിന്റെ പ്രൗഢി, അതിന്റെ ഗൗരവം നിങ്ങൾക്ക് ആവശ്യമാണ്. സ്വത്ര ഞാനൊരിക്കൽ ഒരു ചർച്ചിന്റെ പ്രശ്നം പരിഹരിക്കാൻ തക്കവണ്ണം എന്നെ അതിൻ്റെ അധികാരി അയച്ചു. അധികാരി അയച്ചപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്, അതിന് പരിഹരിക്കാൻ പറ്റാത്ത കിടന്ന പ്രശ്നം. അപ്പോൾ എന്നെ അതിൻ്റെ സംഘടനക്കാരൻ അയച്ചു. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ അവിടുത്തെ വിശ്വാസികൾ, നാട്ടുകാരൊക്കെ ഒന്നിച്ചുകൂടി വന്ന വാക്ക്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ തക്കവണ്ണം അതിൻ്റെ അധികാരി വന്നിട്ടില്ല, അതിനി മേലാൽ ഈ പേരും പറഞ്ഞു ഇങ്ങോട്ട് വരരുത്, പോകാൻ പറഞ്ഞു. ഞാനറിയാൻ ചിരിച്ചുപോയി. ഞാൻ ചിരിച്ചപ്പോൾ അവർക്ക് അല്പം വിഷമങ്ങളൊക്കെ ഉണ്ട്. വിഷമമല്ല, എന്നോട് കയ്പൊക്കെ തോന്നി. ഞാൻ അവർ തന്ന ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. ഈ അധികാരി തന്ന പേപ്പർ എടുത്ത് കാണിച്ചു. അതിൻ്റെ ആ വസ്തുവിൻ്റെ പ്രമാണം, ആ ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് എല്ലാം ഈ പേപ്പറിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഈ പ്രോപ്പർട്ടി ഇറങ്ങാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് നിങ്ങൾ അറിയത്തില്ല, ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഈ പേപ്പർ കണ്ടോ, ഈ പേപ്പറിൽ സിഗ്നേച്ചർ അറിയാമോ, ഇതിനകത്ത് എന്നെ ഇതിൻ്റെ അതോറിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന മനസ്സിലായി, എൻ്റെ പേര് കണ്ടായിരുന്നോ, നിങ്ങളൊരു 6 പറഞ്ഞു ഈ മണ്ണിനകത്ത് നിങ്ങളുടെ പേര് മണ്ണിനകത്തുണ്ടോ, ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേരിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രമാണത്തിലോ ആ എഗ്രിമെന്റ്സിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന വ്യക്തിയുടെ ആരുടെ പേരില്ല. ഇത് ഉടമസ്ഥന്റെ പേരുമുണ്ട്, അതോറിറ്റിയായി വെച്ചിരിക്കുന്നത് എൻ്റെ പേരുമുണ്ട്. അവർ നാണം കെട്ട് പറഞ്ഞു, നിന്ന പ്രശ്നമാണ്, ആ വിഷയം മാറിപ്പോകും, അവിടെ നമുക്ക് മാറിപ്പോകുന്ന ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നമ്മെ ദൈവാത്മാവ് ദൈവത്തിൻ്റെ പകരക്കാരനായി ഒരു ദേശത്തിലോ ഒരു വീട്ടിലോ ഒരു വിഷയത്തിൽ ഇടപെടുവാനോ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നേച്ചർ തന്നാണ്, അതിൻ്റെ അതോറിറ്റി തന്നാണ് അയച്ചിട്ടുള്ളത്. അവിടെ ഇന്ന് രാവിലെ ഈ ഉപവാസത്തിൻ്റെ 11ാം ദിവസം ഞാൻ ഈ ശബ്ദ ദൈവമൊക്കെ ആത്മാവിൽ പറയുന്നു, നമ്മൾ പറയുന്നതേ നടക്കൂ. അവ നമ്മൾക്ക് പറയാൻ അധികാരമുണ്ട്. അതുകൊണ്ടാണ് പ്രവാക്യം, നീ പറയും മുമ്പ് നിന്റെ ചിന്ത മറക്കണം. നീ പണ്ടുള്ളവേ നീ ഓർക്കാതെ, നിന്റെ ദാരിദ്ര്യവും നിന്റെ ശൂന്യതയും നിന്റെ ഇല്ലായ്മയും നിന്റെ അസ്വസ്ഥതയും നിനക്ക് വാക്ചാതുര്യമില്ലാത്തത്, അവ നിനക്ക് അധികാരമില്ലാത്ത ആ ദിവസത്തെ കുറിച്ചതായ എല്ലാ ടെൻഷൻ വിട. എന്നിട്ട് ഇങ്ങനെ പറ, ആമേ, ദൈവം എനിക്കൊരു അധികാരം നൽകിയിട്ടുണ്ട്, ദൈവം എനിക്ക് അവകാശം നൽകിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന കാര്യം അവ നടക്കേണ്ട കാര്യമാണ്. കരമടിച്ചു നാട്ട്മേലെ പറയാമോ, ഇന്നലത്തെ അധികാരത്തിന്റെ അന്തരീക്ഷമല്ല ഇന്ന് ദൈവാത്മാവ് ചില ശുശ്രൂഷ കൈമാറ്റങ്ങൾ, ചില അധികാര കൈമാറ്റങ്ങൾ. നാം പറയുന്നതേ നടക്കത്തുള്ളൂ.
നാം ചിന്തിക്കുക നടക്കത്തുള്ളൂ, നാം കൽപ്പിക്കുക നടക്കുന്നുണ്ട്. ഇന്നലെ നമുക്കത് പറ്റിയില്ലായിരിക്കാം, ഇന്നലെ നമുക്ക് ഭയമുണ്ടായിരിക്കാം, ഇന്നലെ നമുക്ക് അതിന്റെ അധികാരം ലഭിച്ചില്ലായിരിക്കാം. പക്ഷെ ഇന്ന് ആത്മാവ് ഞാൻ പറയുന്നു, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച്, എന്റെ നാവിനെ ശുദ്ധീകരിച്ച്, എന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച്, എന്റെ ശരീരത്തെ ശുദ്ധീകരിച്ച് ദൈവ യുവാശത്തിന് പറഞ്ഞ ദിവസം എന്നെ നിർത്തിരിക്കുമ്പോൾ ദൈവ എന്നെ കൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യാനാണ്, അവന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ്, അവനെ പകരക്കാരനായിട്ടാണ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന ആ ഉറച്ച തീരുമാനവും ആ ഉറപ്പ് പ്രാപിച്ചവർ ആത്മാവിൽ പറയണം, ഈ ഉപവാസത്തിന്റെ പഠനവശ ആ ഉറപ്പ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പറവാക്ക് ഈ പണ്ടുള്ള അധികാരമില്ലാത്ത സമയത്തുള്ള നമ്മുടെ ഒരു നാണക്കേടും നമ്മുടെ ആ ശങ്കയും ഒക്കെ ഉണ്ടല്ലോ. അയ്യോ പാസ്റ്റേ എന്നെ വിടല്ലേ പാസ്റ്റേ, എനിക്ക് അതിനെക്കുറിച്ചുള്ളത് ഗ്രാഹ്യമില്ല, എനിക്കതിന് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞിട്ട് പാസ്റ്റ് തന്നെ ചെയ്, അല്ല അമ്മാമനെ ചെയ്, അല്ലെങ്കിൽ അച്ഛാ ചെയ്തോ എന്ന് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ പുഷ് ചെയ്ത് വിട്ടുണ്ടല്ലോ. അതങ്ങ് നിർത്താനാ പറഞ്ഞത്. നിർത്തിയിട്ട് പറയും, എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ഒക്കും, എനിക്കത് ചെയ്യാൻ അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. ആ ഒരു ഗുഡ് കോൺഫിഡൻ്റ് ആണ് നമുക്കിന്ന് രാവിലെ ആവശ്യമായിരിക്കുന്നത്. ഈ തീമോഥെയോസിനെ പൗലോസ് ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. തീമോഥെയോസിന് ഒരു ചെറിയൊരു ശങ്കയുണ്ടായിരുന്നു, ഞാനൊരു ബാലനാണ്, എനിക്ക് അത്ര വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ല. എന്നാൽ ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ആത്മാവിൽ പൗലോസ് പറഞ്ഞു, ഇടാ നിന്റെ വലിയമ്മച്ചയിൽ ഒരു വിശ്വാസമുള്ള കാര്യം എനിക്കറിയാം, ലോവിസ്, നിന്റെ അമ്മ യുനീക്കയിലും ഒരു വിശ്വാസമുള്ള കാര്യം എനിക്കറിയാം. അവിടെ നീ ഒരു കാര്യം നിന്റെ സംശയം വിട്ടിട്ട് പറ, നിന്നിനും ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, പോ, നീ പോകാൻ പറഞ്ഞു. സ്വതന്ത്രം. പ്രൈസ് ഗോഡ്. ഈ തീമോഥെയോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ സ്തോത്രം, അതിൻ്റെ ലോർഡ് ജീസസ് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അല്ല, 4-ാമത്തെ വാക്യം. 4 വായിച്ചിട്ട് 5 വായിച്ചത് കുഴപ്പമില്ല, വായിച്ച്. നീ എഫെസോസിൽ താമസിക്കണം. മതി, ഒരു മിനിറ്റ് ജയ്സേ. നീ എഫെസോസിൽ താമസിക്കണം. ഈ തീമോഥെയോസിനോട് 2-ാം അധ്യായം, അതായത് 2 തീമോഥെയോസ് 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തെ പറഞ്ഞു, ആ വിശ്വാസം നിന്റെ വലിയമ്മച്ചിലുണ്ട്, ആ വിശ്വാസം നിന്റെ അമ്മയിലുണ്ട്, ആ വിശ്വാസം നിന്നിലുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് നീ ഉറപ്പുള്ള നിൽക്ക്, നീ ചഞ്ചലിക്കേണ്ട എന്നുള്ള ഉറച്ച ശബ്ദം കൊടുത്തിട്ട് പറഞ്ഞു, നീ എഫെസോസിൽ പോയി താമസിക്കാൻ പറഞ്ഞു. ആദ്യം പോകത്തില്ലായിരുന്നു. എന്താ അറിയാമോ? അവിടെ അർത്തമീസ് എന്ന പിശാചുണ്ട്, അവിടെ ജനത്തെ വിഴുങ്ങുന്ന വെല്ലുവിളിയുണ്ട്. ഒരിക്കലും തൻ്റെ വ്യക്തിത്വം തലപൊക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു പൈശാചിക സ്വാധീനമുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് പുള്ളിക്കൊരു ഭയമുണ്ട്, ശങ്കയുണ്ടായിരുന്നു. പക്ഷേ 2 തീമോഥെയോസ് ഒന്ന് വായിച്ചു ജയ്സ്, അതുകൊണ്ട് വായിച്ചു. 2 തീമോഥെയോസ് 1-ന്റെ 5-ാമത്തെ വാക്യം വായിക്കാമോ? അടുത്ത വാക്യം. അപ്പൊ ഇത് കൊടുത്തപ്പോഴാണ് പുള്ളിക്ക്, ഓ ശരിയാണ്, എന്നെ വിവേചിച്ചിട്ട് ആ പൗലോസ് അച്ഛാ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ അകത്തൊരു കോൺഫിഡൻ്റ് ഉണ്ട കാര്യം, ധൈര്യമുണ്ട്, വിശ്വാസമുണ്ടെന്ന്. അങ്ങനെയാണ് കച്ചി ഇവിടെ പോയെന്നറിയാമോ? എഫെസോസിൽ പോയി താമസിച്ചത്. ഇന്ന് രാത്രി ഈ പകത്ത് ശുശ്രൂഷ ഞാൻ ആത്മാവിൽ പറയാം, നമ്മൾ പാർക്കുന്ന സ്ഥലം സാത്താന് കൂടായിരിക്കാം, നമ്മൾ പാർക്കുന്ന ദേശം പൈശാചിക സ്വാധീനമുള്ള സ്ഥലമായിരിക്കാം. അവയെ നമ്മൾ ഒരിക്കൽ ഉയരാത്തക്കവണ്ണം സമ്മതിക്കാതെ വണ്ണമുള്ള വെല്ലുവിളി മുടക്കിയ പൈശാചിക സാധ്യതമായിരിക്കാം. പക്ഷെ നാം ഇരിക്കുന്ന ഭവനത്തിൽ, നാം ഇരിക്കുന്ന ദേശത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഈ പകൽ പറയണം, യേശുവിൻ നാമത്തിൽ തീമോഥെയോസിനെ എഫെസോസ് എന്ന പൈശാചിക കൂട്ടിനകത്തേക്ക് അധികാരം അയച്ച അതേ ദൈവം തന്നെ ഇന്ന് എന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ പറയുന്നു ആ പൈശാചിക സ്വാധീനത്തെ ആ കെട്ടഴിപ്പാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. ശ്രോത്ര, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാമോ?
പിതാവായ ദൈവത്തിൽ നിന്നും ആ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അടുത്ത വാക്യം ഞാൻ ക്രയത്തിൽ നിന്ന് വിട്ടേച്ചു പോന്നു. മതി. തീത്തോസിന്റെ പറഞ്ഞ് ക്രേറ്റ് നിൽക്കാൻ. ക്രേത്തിന് ആരാ? അവരുടെ സ്വരൂപ സ്വഭാവം എന്താ? 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം. ക്രേറ്റ് ആ സർവ്വത അസത്യവാദികളും ആ ദുഷ്ടജന്തുക്കളും ആ. മടിയന്മാരായ പെരുവയറന്മാരും അത്രേ. കണ്ടോ? ആദ്യം പുള്ളി പറഞ്ഞു, കർത്താവേ, തീത്തോസ് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഇവരോട് മല്ലടിക്കാൻ പറ്റത്ത. ഒന്നാമത് പറഞ്ഞേ, ഒന്നാമത് പറ, പെരുവയറന്മാര്. അവർ നടക്കുമ്പോൾ തന്നെ ഒരു വയറാണ് ആദ്യം മുമ്പേ പോകുന്ന സ്വത്രം. ദുഷ്ടജന്തുക്കൾ, മനസാക്ഷി മരവിച്ചവന്മാര്, മടിയന്മാര്. ഇവിടെ ഞാൻ ശുശ്രൂഷിക്കാൻ പോയാൽ എന്നെ അവന്മാർ പപ്പടം പോലെ പൊടിച്ച് കളയും. തീത്തോസിനോട് പൗലോസ് പറഞ്ഞില്ല, നിന്റെ അകത്തൊരു ആത്മ ഞാൻ നൽകിയിട്ടുണ്ട്. 2-ാമത്തെ വാക്യം വായിച്ച്. 2-ാമത്തെ വാക്യം. ആ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തി ഭോഷ്കില്ലാത്ത ദൈവം ആ സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന പ്രത്യാശ ഹേതുവായി ആ തന്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ആ ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ആ ദൈവത്തിന്റെ ദാസനും ആ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ആ പൊതുവിശ്വാസ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. ദൈവം പറഞ്ഞു, പരിജ്ഞാനം ഉണ്ട്, നിനക്ക് വിവേകമുണ്ട്, നിനക്ക് വിശ്വാസമുണ്ട്, നിനക്ക് വെളിപ്പാടുണ്ട്, നിനക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് എൻ്റെ തീത്തോസ്, നീ പെരുവേറന്മാരെ നോക്കിയ ദുഷ്ടജന്തുവിനെ ഓർത്തോ, മടിയന്മാരെ ഓർത്തോ, നീ പേടിക്കേണ്ട. നീ മര്യാദയ്ക്ക് ക്രേറ്റ് നിൽക്ക്, നിന്റെ മേൽ അധികാരം നൽകിയിട്ടുണ്ട്. സ്വത്രം. ഞാൻ പറഞ്ഞാൽ ഒത്തിരി സമയം നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ ദൈവാത്മ കണ്ടുകൊണ്ടാണ് ചില ശുശ്രൂഷക ദൈവം നമുക്ക് തന്നത്. അത് ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ അത് പ്രാപിച്ചെടുക്കുകയാണ്. അതിൻ്റെ 11-ാം ദിവസമാണ് നമുക്ക് ഈ ധൈര്യം തന്നത്. അവിടുന്ന് രാത്രി നമ്മൾ ഈ പകത്ത് ആത്മാവിൽ പറയാം, ഈ സന്ദേശം നമ്മുടെ ചെവിക്കകത്ത് ഭവനത്തിൽ വന്ന് വീഴുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും. ആ നരക തുല്യമായ വീടിനെ ആ മടിയന്മാർ, ദുഷ്ടജന്തുവും ഇങ്ങനെ വഴങ്ങാത്തവരും ദൈവസന്നിധി കീഴ്പ്പെടാത്തവരുമായ വ്യക്തികളുടെ നടുവിൽ അധികാരത്തിന് ശബ്ദം ഉപയോഗിപ്പാൻ ദൈവം എനിക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അതെനിക്ക് ഞാൻ ചെയ്ത സക്സസ് ആയി മാറും. അത് ഞാൻ പറഞ്ഞാൽ നടക്കുമെന്ന് ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമടിച്ചത് ആത്മാവിൽ പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യം സംഭവിക്കും. ഞാൻ പറയുന്ന കാര്യം സംഭവിക്കും. ഞാൻ പറയുന്ന കാര്യം സംഭവിക്കുക. അതിന്റെ അധികാരം, അതിന്റെ അവകാശം, അതിന്റെ ശബ്ദം, അതിന്റെ വിശേഷതകൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അത് ദൈവ മക്കൾക്ക് ഇന്ന് രാവിലത്തെ ഉറപ്പാണ്. അതുകൊണ്ട് പണ്ടത്തെ കാര്യം മറക്ക്. പണ്ടത്തെ ഒരു ദുർബല അവസ്ഥ, ദുർബല ചിന്ത, ദുർബല മനോഭാവം, എല്ലാം ദുർബലം. കണ്ണുരുട്ടി കാണിച്ചാൽ ഓടുന്ന അന്തരീക്ഷമായിരുന്നു. ഇപ്പൊ കണ്ണല്ല, ഇനി സ്വത്രം, ഇനി എന്തെല്ലാം നമ്മൾ കൊല്ലാത്തക്കവണ്ണം നമ്മൾ അന്തരീക്ഷം കാണിച്ചാലും പോകാൻ പറയും സ്വത്ര. അത്രമേൽ ആത്മധൈര്യം തന്നത് മൊത്തം ഇവിടുത്തെ വചനത്തെ വെളിപ്പാട് നിമിത്തമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പിശാചിന് പറയേണ്ട കാര്യമാണ്, ഇനി നീ എത്ര കണ്ണുരുട്ടി കാണിച്ചാൽ, നീ എന്തുമാത്രം ശൂര വെളിപ്പെടുത്തിയാൽ, എൻ്റെ നന്മ അപകരിപ്പാന്നൊക്കെ നീ ശ്രമിച്ചാൽ, നോ, എൻ്റെ നാവിന് അധികാരമുള്ള കാലമത്രയും ഒരു 5 പൈസ നഷ്ടം 5 പൈസ ടെൻഷൻസിലും വരുത്തുവാൻ തക്കവണ്ണം നിനക്ക് പറ്റില്ല പിശാച് എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ അഭിഷേകം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ! നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ കർത്താവ് വിശ്വസ്ത ദൈവമാണ്. അതുകൊണ്ട് സാത്താൻ ജയിക്കില്ല, സാത്താൻ ജയിക്കില്ല. നമ്മൾ മാത്രം ജയിക്കത്തുള്ളൂ. അതാണ് ഈ വാക്കിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് വാക്ക് പണ്ടുള്ള ഓർക്കണ്ട, അത് നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ നിനക്കൊരു പുതിയ അധികാരം, ഒരു പുതിയ വെളിപ്പാട്, ഒരു പുതിയ ധൈര്യം, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ വഴി, ഒരു പുതിയ അധികാരം ഞാൻ നിനക്ക് നൽകുന്നു എന്ന വാക്ക് പറയുമ്പോൾ അത് ഇപ്പോൾ തന്നെ അതുത്ഭവിക്കും.
ഇത് ബ്രെയിനകത്ത് വന്ന് കയറിയപ്പോൾ മുതൽ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിനകത്തൊരു വാക്കിടപ്പുണ്ട്. ഈ ശമൂവേൽ ദൂത് പറഞ്ഞ് ശൗലിനെ പ്രാർത്ഥിച്ചയക്കുമ്പോൾ ശൗലിനോട് പറഞ്ഞു, നീ അവിടെ പോകുമ്പോൾ കുറേ പ്രവാചകന്മാർ നിന്ന് പ്രവചിക്കും, നീ അവരെ കൂട്ടത്തിൽ പോകും, നീ പ്രവചിക്കും, എന്നിട്ട് നിനക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറയുന്നു. അടുത്ത വാക്കിങ്ങനെ പറയുന്നു, വേറൊരു ശൗലായി മാറിയത്, അവന് വേറൊരു ഹൃദയം കൊടുത്തു വന്നാണ്. സ്തോത്രം. അവന് വേറൊരു ഹൃദയം കൊടുത്തു എന്ന് പറഞ്ഞ അർത്ഥം, തനിക്ക് ഫെലിസ്ത്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പുള്ളി പഞ്ചാബിൽ പോകുന്ന മനുഷ്യനാണ്. സ്തോത്രം വേയിക്കാൻ. ഫെലിസ്ത്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പുള്ളി അന്റാർട്ടിക്ക എത്തും. അത്ര പേടിത്തൊണ്ടനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫെലിസ്ത്യനല്ല, ഇനി ആരൊക്കെ കയറി വന്നെന്ന് പറഞ്ഞാലും യുദ്ധം ചെയ്യാൻ പ്രാപ്തി കൊടുത്ത മൊത്തം ഇപ്പോൾ കിട്ടിയ ഹൃദയത്തിൻ്റെ മനോഭാവം വ്യത്യാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ ഈ 11 ദിവസം പകൽ പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങൾക്കും വേറൊരു മനസ്സ്, വേറൊരു ചിന്ത, വേറൊരു അധികാരം, ഭയമില്ലാത്തൊരു ഹൃദയം, ഭയമില്ലാത്തൊരു മനോഭാവം, ഭയമില്ലാത്തൊരു അന്തരീക്ഷം ദൈവ ഈ 11 ദിവസം നിങ്ങളുടെ പക്ക ദൈവം തന്നാൽ അത് കരമടി സ്വീകരിക്കാൻ പറ്റുമോ? വേറൊരു ഹൃദയം, ആമേൻ, വേറൊരു മനസ്സ്, വേറൊരു ആത്മീക അന്തരീക്ഷം, വേറൊരു അധികാരം. ഇന്നലത്തെ ഭയമല്ല, ഇന്നലത്തെ പേടിയല്ല, ഇന്നത്തെ അതിപ്പോ തന്നെ ഉത്ഭവിക്കുന്നു, 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 അതിപ്പോ തന്നെ അധികാരം തരുന്നു, അതിപ്പോ തന്നെ അധികാരം തരുന്നു, ഇപ്പോ തന്നെ അവിടുന്ന് നൽകുന്നു. അവയെ പ്രാപിച്ചോ? ഇപ്പോ തന്നെ അത് ഉത്ഭവിക്കുന്നുണ്ട്. ആ വിടുതൽ ഇപ്പോൾ ഉത്ഭവിക്കുന്നുണ്ട്, അധികാരം ഇപ്പോൾ ഉത്ഭവിക്കുന്നുണ്ട്. അതിപ്പോ തന്നെ ഉത്ഭവിക്കുന്നു കേട്ടോ. ആ വിടുതൽ കൽപ്പിച്ചാട്ടെ, ആ വിടുതൽ കൽപ്പിച്ച രോഗത്തോട് കൽപ്പിച്ചാട്ടെ, ആ പിശാച് കൽപ്പിച്ചാട്ടെ, ആ മന്ത്രവാദികൾ കൽപ്പിച്ചാട്ടെ, അടച്ചു വെച്ച വഴികൾ കൽപ്പിച്ചാട്ടെ, ആമേ വാതിൽ കൽപ്പിച്ചാട്ടെ. അതിപ്പോൾ ഉത്ഭവിക്കുന്നു, അതിപ്പോൾ ഉത്ഭവിക്കുന്നു, അതിപ്പോൾ ഉത്ഭവിക്കുന്നു, അതിപ്പോൾ ഉത്ഭവിക്കുന്നു, അതിപ്പോൾ ഉത്ഭവിക്കുന്നു, അതിപ്പോൾ ഉത്ഭവിക്കുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുകയാണ്. ഓ യശയാപ്രവാചന പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു പ്രാവശ്യം വരാമോ? 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരാമോ? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആ ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, പുള്ളി ഒരു ചെറിയ ഒരു മിനിറ്റ് മുമ്പിൽ പുള്ളി എന്താ പറഞ്ഞത്? ഞാൻ അരിഷ്ട മനുഷ്യൻ. അടുത്ത്, ഞാൻ ശുദ്ധിയില്ലാത്തവരുടെ ഇടയിൽ താമസിക്കുന്നു. അടുത്ത് പറ, എന്റെ മുഖത്ത് നോക്കി പറ. സ്വോത്ര എല്ലാരും പോയി. ഒന്ന് കർത്താവ്, അയ്യോ ഞാൻ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ഉള്ള മനുഷ്യൻ നടുവിൽ താമസിക്കും. എൻ്റെ കണ്ണ്, പുള്ളി പറഞ്ഞു, പുള്ളി നത്തിങ്, ബിഗ് സീറോ, എനിക്ക് പറ്റില്ല 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 എന്ന് പറഞ്ഞു. 8-ാമത്തെ വാക്യം വന്നപ്പോൾ കർത്താവ് ചോദിച്ചു, യശാവിനോടല്ല ചോദിച്ചത്, ഈ സ്വർഗീയ കൗൺസിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ഒരുമിച്ച് പറയാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള കൗൺസിലിംഗിലാണ് ഈ സംസാരം വന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ പുള്ളി ശുദ്ധീകരണം പ്രാപിച്ച് കേട്ടു. ശുദ്ധീകരണം പ്രാപിച്ചവർക്കാണല്ലോ ദൈവ സന്ദേശം കേൾക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഇവർ 3 പേർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ആര് കേട്ടു? പറ, ആര് കേട്ടു? യെശയ്യാവ് കേട്ടു. ആ യെശയ്യാവ് കേട്ടിട്ട് പറയാണ്, എങ്കിൽ പിന്നെ എന്നെ അയക്കാൻ. പുള്ളി നേരത്തെ പറഞ്ഞ് വേറെ ആരെ അയക്കാൻ, ഇപ്പം പറയുന്നു എന്നെ അയക്കാൻ. എന്താ വേറെ അയക്കാൻ പറയാൻ കാരണം?
ഞാൻ ശുദ്ധിയില്ലാത്തവൻ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപിയാണ്, എനിക്ക് കർത്താവെ അധികാരമില്ല എന്നൊന്നുള്ള വാക്കൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ ആകെപ്പാടെ തന്നെ തന്നെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ചപ്പോൾ 8ാമത്തെ വാക്യത്ത് എന്ത് പറയുന്ന ആൻറ്റി? എന്നെ അയക്കാൻ. അപ്പോൾ ഈ ഓർത്തോണം, അതൊരു വിടുതൽ സന്ദേശമാണ്. ദൈവാത്മാവ് പറയുന്ന ആരയക്കണം? ദൈവം ആരെ അയക്കും? ഞാൻ പോയില്ലെങ്കിൽ വേറെ വ്യക്തി പോകും. പക്ഷെ എൻ്റെ ചാൻസിനെ ഞാൻ കളഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് ഞാൻ ആരാകും? പറ. ആരുമല്ലാതെ മാറും. പക്ഷേ ശുദ്ധീകരണം പ്രാപിച്ച, അധികാരം പ്രാപിച്ച ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, പ്ലീസ് സെൻഡ് മീ. കർത്താവ്, നീ എന്നെ അയക്കണം. സ്തോത്രം. അത് ഡിക്ലറേഷനാണ്, അത് കോൺഫിഡൻ്റ് ആണ്. ആത്മാവിൽ നമുക്ക് ലഭിച്ച ഒരു ആത്മീകമായ പ്രാഗൽഭ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ആമേൻ പറയാമോ? അവിടെ ഇന്ന് ഞാൻ പറയാം. ദൈവമക്കൾ ഗൗരവത്തോട് ഉയർത്ത് പറയണം, കർത്താവേ, ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചു. നമ്പർ 1. ഞാൻ അകർത്തിയം മാറി. നമ്പർ 1. 2. നമ്പർ 3, എനിക്ക് അധികാരം കിട്ടി. ഇതൊരു കോൺഫിഡൻ്റ് ആണ്, ഇതൊരു പരിജ്ഞാനമാണ്, ഇതൊരു അറിവാണ്, ഇതൊരു നമ്മുടെ ആത്മാവ് നമുക്കുണ്ടാകുന്ന വ്യക്തിത്വമായ അന്തരീക്ഷമാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പൊയ്ക്കൂടാ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഉപവാസത്തിന് 11ാമത്തെ ദിവസം ഷീനാൻ്റെ ഒരു യാത്രയുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ഒരു യാത്രയുണ്ട്. ആമേൻ. ഒരു യാത്രയുണ്ട്. ദൈവത്താൽ വിടുവിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞ യാത്രയുണ്ട്. ആമേൻ. അതിന് തടസ്സം ഉണ്ടാകുന്നില്ല. പിശാച് കുറെ നാളിൽ തടസ്സം വെച്ചു, പിന്നെ തടസ്സം ഉണ്ടാകുന്നില്ല കേട്ടോ. ദൈവാത്മാവ് ഇനി പറഞ്ഞ വാക്കാട് ഒരിക്കലും തടസ്സം ഉണ്ടാകുന്നില്ല. ആരയക്കണം എന്ന് പറയുമ്പോൾ പറയും, ഞാൻ പോകുകയാണ്, പ്ലീസ് സെൻഡ് മീ. എന്നെ അയക്കണം എന്നൊരു വാക്ക് പറഞ്ഞു നോക്കൂ. അത് ഒരു കോൺഫിഡൻ്റ് ആണ്, അത് ആത്മധൈര്യമാണ്. എനിക്കറിയാം ഒരു വെളിപ്പാട്. ഈ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ച മക്കൾ, മാതാക്കളെ, പിതാക്കന്മാരെ, കുഞ്ഞെ, നിന്നോട് ആത്മാവിടപെടുന്ന വാക്കാകുന്നു. നിനക്കൊരു യാത്രയുണ്ട്. നീ ഒരു വ്യത്യസ്തമായ ധ്രുവത്തിലേക്ക് സഞ്ചരിക്കും. നിനക്ക് വേണ്ടി കർത്താവ് വച്ചിരിക്കുന്ന അവകാശത്തിന്റെ കാലുകൾ ചവിട്ടും. നിന്റെ സർക്കിൾ അങ്ങ് പൊട്ടുകയാണ്. നിന്നെ പിശാചി പിടിച്ചു വെച്ച ബന്ധിച്ചു വെച്ച മേഖല ഉണ്ടല്ലോ, അതങ്ങ് പൊട്ടുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ദൂരയാത്ര വെച്ചിട്ടുണ്ട്. സ്വർഗീയ ഗവൺമെന്റ് പറയുന്നു, ആരും ഞങ്ങൾക്കെതിരായി, ഞങ്ങൾക്ക് പകരക്കാരനായി പോകാമെന്ന് പറയുമ്പോൾ, കർത്താവേ, അങ്ങേക്ക് പകരമായി ഞാൻ പോകാം. ദൈവമേ, എന്നെ അയക്കണമേ. ഞാൻ അത്ഭുതം ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി അതിശയം ചെയ്യാം. എന്റെ നാമം ഉപയോഗിക്കണം, എന്റെ ശരീരത്തെ ഉപയോഗിക്കണം, എന്റെ ശബ്ദം ഉപയോഗിക്കണം. ദൈവമേ, ഞാൻ പോകാം. അതൊരു അധികാരത്തിന്റെ ഒരു പ്രാഗൽഭ്യത്തിന് മേഖലയാണ്. നമ്മുടെ അസംസ് അവാർഡിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാപനമുണ്ട്, AG പബ്ലിക് സ്കൂള്. അത് കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ്. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ കുറേ ഫണ്ട് വേണമായിരുന്നു. ആ ഫണ്ട് റേസ് ചെയ്യാൻ തക്കവണ്ണം അമേരിക്ക ഐക്യനാടിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന ബഹുമാനിയ റെവറൻഡ് TJ ശമോ സാറ് ഒരു വ്യക്തിയെ അയച്ചു. ഞാൻ പേര് പറയുന്നില്ല. ആ വ്യക്തി അയച്ച് ആ വ്യക്തി പോയി കറങ്ങിയിട്ട് തുച്ഛമായ പൈസയുമായിട്ടാണ് കൊണ്ടുവന്നത്. സാറ് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരസ്യമായി പറയുന്ന വാക്ക്. അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചാണ് സാറ് പരസ്യമായിട്ട് പബ്ലിക്ക് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ വാക്ക് നാവിനകത്ത് ഉപയോഗിക്കുന്നില്ല. സാറിന് ഭയങ്കര സങ്കടമായി. സാറ് പെട്ടെന്ന് ഇപ്പോഴത്തെ പ്രിൻസിപ്പളായിരിക്കുന്ന ആ ദാസിയെ, മേരിക്കുട്ടി എന്ന് പറഞ്ഞ ദാസിയെ അടുത്ത് വിസ എടുത്ത് അമേരിക്ക അയച്ചു. പുള്ളിക്കാരി പോയിട്ട് ശമോ സാർ ഉദ്ദേശിച്ചതിനേക്കാളുമുള്ള ഫണ്ട് റൈസ് കൊണ്ട് പുള്ളി വന്നു. സ്വത്ര അപ്പോൾ സാറ് പുള്ളിക്കാരി അപ്രീഷിയേറ്റ് ചെയ്തു. ആ ദൈവദാസി തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ പ്രിൻസിപ്പൽ. പ്രത്യേകിച്ച് CBSEയുടെ
ഇന്റർനാഷണൽ അവാർഡൊക്കെ വാങ്ങുവാൻ ദൈവ പറയപ്പെട്ടവർക്ക് അവസരമൊരുക്കി ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം, ഒരു ദൗത്യം ഒരുപോലെ രണ്ടുപേർ കൊടുത്തു. അതിൽ ഒരു വ്യക്തി അത് ഫെയിലിയറായിട്ട് വന്നപ്പോൾ അയച്ച വ്യക്തിക്ക് വേദനയായി വന്നു. പക്ഷെ ഒരു വ്യക്തി സക്സസ് ആക്കി. ആ അയച്ച വ്യക്തി പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ള ദൗത്യം പൂർത്തിയാക്കി വന്നപ്പോൾ അപ്രീഷിയേഷൻ ലഭിച്ചു. ഞാൻ ഒരു ഉദാഹരണം ഈ വചനമായിട്ട് പറഞ്ഞ അർത്ഥം, പ്രാഗൽഭ്യവും അധികാരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പിതാവ് ദൈവത്തിന്റെ അധികാരത്തോടെ നമ്മയും ചില ഇടത്ത് ദൈവം അയക്കുമ്പോൾ ആ അയച്ച പിതാവ് ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ അധികാരത്തോടെ അയച്ച നമ്മെ പിതാവ് ദൈവം കാണുമ്പോൾ നാം പിതാവ് ദൈവം ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള അത്ഭുതം ചെയ്തിട്ടാണ് മടങ്ങി വന്നുവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ എന്ന പേരിന് നാം അർഹയായി മാറും. ആത്മാവിന്ന് രാവിലെ കരമടിച്ച് പറയാം, ആമച്ച ദൗത്യം ഇന്ന് രാവിലെ തരികയാണ്. ഞാൻ ആരെ അയക്കണമെന്ന് പറയുമ്പോൾ ദൈവമേ ദൈവം എന്നെ അയക്കണമേ എന്ന് ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറഞ്ഞ് ദൈവം നമ്മെ അയക്കും കേട്ടോ. ഈ ശബ്ദം കേൾക്കുന്നതായ ഓൺലൈനായിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം നിങ്ങൾ അയച്ചു വിടുവിക്കും. സ്തോത്രം. സൂസസിനോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയാം, ഒരു പുതിയ അധ്യായം തുറക്കുന്ന പോലെ നിങ്ങളുടെ അധ്യായവും ദൈവം തുറക്കും. എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിൽ നിന്നും ലോസായി പോയോ അതെല്ലാം ദൈവാത്മാവ് 1000 മടങ്ങായി. ഒന്ന് വായിച്ചോ, ഒരു വചനം വായിച്ചോ, അതായിരിക്കും നല്ലത്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം സൂസൻ സിസ്റ്ററിനെ അങ്ങ് വായിച്ചോ. സ്തോത്രം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. കിട്ടിയില്ല? രക്തത്താലെ ചെയ്യാം. വായിച്ചാണ്. സൂസനോട് വായിക്കാനാ പാസ്റ്റർ പറഞ്ഞു. സൂസനെ ആവർത്തനം 1:11 വായിക്കാനാ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയായി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ആ വാക്യം ഇതാകുന്നു. ജയ്സോദർ വായിച്ചു, ജയ്സോറൊക്കെ വായിച്ചു. ഒന്ന് നഷ്ടപ്പെടും. തെറ്റായി പോയോ? ഇല്ല. ദൈവം പറഞ്ഞു, സിസ്റ്റേ 1000 ഇരട്ടിയാക്കി ദൈവം അനുഗ്രഹിക്കുമെന്നാണ്. നിന്ദിച്ചവരും ആക്ഷേപിച്ചവരും പരിഹസിച്ചവരും ഒറ്റപ്പെടുത്തിയവരും ഒരു കാരണവശാലും നന്മ കാണാൻ ആഗ്രഹം ഇല്ലാത്തവരുടെ മുമ്പിൽ തന്നെ ദൈവം വിശേഷമായ നന്മ കൊണ്ട് ദൈവം അലങ്കരിക്കും. ദൈവാത്മാവ് ഏതെല്ലാം വിഷയത്തിനകത്ത് നഷ്ടങ്ങൾ വന്നുവോ അത് ഒന്നല്ല ഒന്നിലധികമായിട്ട് തന്നെ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുണ്ടെന്ന് ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ പറയുന്നു. കാര്യം നിങ്ങൾ അനേകരുടെ മുമ്പിൽ യഹോവയ്ക്ക് സാക്ഷ്യം പറയേണ്ടവരാണ്. അതുകൊണ്ട് ദൈവ സാക്ഷ്യത്തിന് വേണ്ടി ചില അത്ഭുതങ്ങൾ ഈ മാസങ്ങളിൽ അതിനാരംഭം കുറിക്കത്തക്ക വണ്ണമുള്ള അന്തരീക്ഷം. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന രോഗമോ ഇപ്പോൾ നിൽക്കുന്ന ദുരിതമോ ഇപ്പോൾ നിൽക്കുന്ന ഞരക്കമോ ഒന്നും നോക്കണ്ട. അതിനോട് പിശാച് പറയും, പിശാചേ നിനക്ക് ഇത്ര ഇടാനേ പറ്റുകയുള്ളൂ, പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കയറിക്കോണം. ദൈവത്തിന് കുടുംബമായി സന്തോഷിക്കുന്ന ഒരു ദിനങ്ങളിലേക്ക് ദൈവാത്മാവ് പിടിച്ചു കയറ്റുന്ന വെളിപ്പാട് പറയാൻ ദൈവനോട് പ്രേരിപ്പിക്കുന്നു. ഏൽപ്പിച്ചോ, ആ വചനം വെച്ച് പ്രാർത്ഥിച്ചോ. ദൈവം ഉയർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സാക്ഷ്യത്തിന് വേണ്ടി അടയാളങ്ങൾ ചെയ്യുന്നു, സാക്ഷ്യത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. അവന് സാക്ഷികളാകേണ്ടവർ, അവന് വേണ്ടി അത്ഭുതം ചെയ്യേണ്ടവർ 1000 നടുവിൽ നിന്നുകൊണ്ട് അത്ഭുത സാക്ഷ്യം പറയാതൊക്കെ വേണ്ട. ഓ
സാക്ഷ്യത്തിനായി എണ്ണി അത്ഭുതങ്ങൾ പറയത്തക്ക നിലയുള്ള കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മെ പിടിച്ചു കയറ്റിയാണ്. സ്തോത്രം. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വന്നിട്ട് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്ന 21-ാമത്തെ വാക്യം. ഞാൻ ആമേൻ. ഞാനാകുന്നവൻ, അതാണ് വാക്ക്. ഐ ആം ദാറ്റ്, ഐ ആം കോമ. ഞാൻ. അവിടെയൊക്കെ നമ്മൾ യാഹ്വേ എന്നിടണം. WYHWH ഇടണം. ഏതാ? YHWH ഇടണം. ഏതാ? ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ യാഹ്വേ എന്ന് പറയണം. അത് യോത്ത് ഹെയ് വാവ് ഹെയ് എന്ന പദമാണ്. യോത്ത് ഹെയ് വാവ് ഹൈ. അതിന്റെ സംക്ഷിപ്ത രൂപം എന്ന് പറഞ്ഞാൽ കാണുന്ന കർത്താവ്, ആമേ കിളിവാത് തുറന്നിരുന്ന കർത്താവ്, ആണി അടിച്ചുറപ്പിക്കുന്ന കർത്താവ് എന്നാണ്. ഈ കിളിവാതിൽ എന്തിനു വേണ്ടിയാണ് ജയ്സേ? അവൻ സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന്. അപ്പൊ കിളിവാതിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചെറിയ വാതിലല്ലേ ഭാര്യ? ഒരു ചെറിയ വാതിൽ. കർത്താവിൻ്റെ ആ ഭണ്ണത്ത് അനേക വാതിലുണ്ട്. ഈ കിളിവാതിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു കൈ മാത്രം പോകുന്ന വാതിലല്ല, അത് ഭൗതിക വിടുതൻ്റെ വാതിലാണ്. ഭൗതിക വിഷയം തുറക്കുന്ന വാതിലിനെ കൊടുത്തിൻ്റെ പദമാണ് കിളിവാതിൽ. സ്വത്രം. പ്രൈസ് ഗോഡ്. മനുഷ്യ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച കർത്താവേ, സ്വർഗത്തിൽ കിളിവാതിൽ തുറന്ന് ആമേ സ്ഥലം പോരാതെ വരുവോടെ എന്ന് വാക്ക് പറയാറില്ലേ? അപ്പൊ അതിനർത്ഥം ഭൗതിക വിഷയം തുറന്നിരുന്ന വാതിലാണ് കിളിവാതിൽ എന്ന വാക്ക്. മറക്കേ. സ്തോത്രം. അപ്പോൾ അതിന്റെ അതിനാണ് ബാക്കി യോദ് ഹൈ വാവ് ഹൈ. അന്യഭാഷ പറയാൻ പറ്റുന്ന വാക്യം. സ്തോത്രം എന്ന് പറഞ്ഞു നോക്കിയേ. യോദ് ഹൈ വാവ് ഹൈ. ഇതാണ് യാഹ്വേ എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞ കിളിവാതിലുകൾ ദൈവം തുറന്ന്. അപ്പോൾ തന്നെ അടുത്ത വാക്ക് പറയുന്നത് ആമേ അത് കണ്ടിട്ടേ കിളിവാതിൽ തുറക്കത്തുള്ളൂ. തുറന്ന് അവൻ ആണി അടിച്ച് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെയ്യിൽ നിന്ന് വാക്കുണ്ട്. NAIL നെയ്ൽ. അവൻ അതിനർത്ഥം ആണി അടിച്ചുറപ്പിക്കുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വാക്കൾ ചേഞ്ച് ഇല്ലാത്ത കർത്താവ്, അൺചേഞ്ച്, ആമ മാറ്റമില്ലാത്ത കർത്താവ്. അവിടെയാണ് ഞാൻ എന്ന വാക്ക്. ഞാൻ എന്ന വാക്ക്, ഞാൻ എനിക്ക് വേണ്ടി. ഇത് രണ്ടും വളരെ കോൺഫിഡന്റ് പദമാണ്. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഓർത്തോണം, നമ്മുടെ സ്വരൂപം ആടുക ദൈവത്തിൻ്റെ, സാദൃശ്യം ആടുക ദൈവത്തിൻ്റെ. എന്തിനാ ഈ സാദൃശ്യം തന്നത്? ആമേ ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനാണ് നമുക്ക് ഈ രൂപം, ഈ ഭാവം ദൈവം തന്ന. സ്തോത്രം. കഴിഞ്ഞ ദിവസം രസകരമായ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു. അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്. അമ്മ ജോലിക്ക് പോയി. കൈക്കുഞ്ഞ എടുത്ത് അപ്പൻ്റെ കൈ കൊടുത്തിട്ട് പോയി. പക്ഷേ അമ്മ ഇല്ലാത്തതുകൊണ്ട് ആ കുഞ്ഞു ഭയങ്കര കരച്ചിലാണ്. ഈ മഹാമനുഷ്യൻ ചെയ്ത കാര്യം അറിയാമോ? അവിടെ നിന്ന് അമ്മയുടെ ഫോട്ടോ എടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തൻ്റെ മുഖത്ത് ഇങ്ങനെ ആ വോട്ട് സ്വത്രം വയ്ക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആ ഭാര്യയുടെ ഫോട്ടോ ഇങ്ങനെ അത് എടുത്തിട്ട് തൻ്റെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് എന്ത് ചെയ്ത് പൂട്ടി. അപ്പോൾ കുഞ്ഞു നോക്കുമ്പോൾ ആരാ? അവരെ മമ്മിയാണ് സ്വത്രം വയ്ക്കുക. മനസ്സിലാകുന്നില്ലല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അത് അപ്പം ചെയ്ത് ബുദ്ധിയോടെ ഉപയോഗിക്കണം സ്വത്രം വയ്ക്കുക. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ കുഞ്ഞ് പിന്നെ കരഞ്ഞില്ല. ആ കുഞ്ഞിന് ആമേ പാല് കൊടുത്ത സമയത്ത്, ഈ ഫീഡിങ് സമയത്ത് ആ കുഞ്ഞ് നന്നായിട്ട് കുടിച്ചു. അപ്പോൾ അമ്മ ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് ഡോർ തുറന്നപ്പോഴാണ് ഒരമ്മ ഇരിക്കുന്നത്. സ്വത്രം. ആ അമ്മയെ പോലത്തെ ഒരു അമ്മ സ്വത്രം വയ്ക്കുക. അമ്മ ഭയങ്കര ചിരിയായി. സ്വത്രം. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, നിന്റെ മുഖം കാണാൻ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് നിന്റെ മുഖം കയറ്റിയത് മാത്രമാണ്. അപ്പോൾ പറഞ്ഞ അർത്ഥം നമ്മെ വചനം പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വ്യക്തി, എൻ്റെ ജനം, എൻ്റെ സ്തുതിയെക്കുറിച്ച് കർത്താവ് വർണ്ണിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം, നമ്മുടെ സ്വരൂപം ദൈവത്തെ സ്വരൂപമെന്ന് സാത്താൻ കണ്ടാൽ, നമ്മുടെ സ്വരൂപം ദൈവത്തിൻ്റെ സ്വരൂപമെന്ന് ലോകം കണ്ടാൽ, നിശ്ചയമായും ചില വിടുതലുകൾ, ചില വഴികൾ ദൈവം നമുക്കാ തുറന്നിരിക്കും. എത്ര പേർക്ക് കരമുയർത്തി കർത്താവിന് സ്തോത്രം കൊടുക്കാൻ പറ്റും?
ഇന്ന് രാവിലെ നമുക്ക് ആത്മാവിൽ പറയാം, കർത്താവേ, എൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖമായിട്ട് വെളിപ്പെട്ടാൽ, എൻ്റെ മുഖത്ത് അങ്ങയുടെ മുഖം ഒന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും ഞാൻ അത്ഭുതങ്ങൾ കൂടെ സഞ്ചരിപ്പാനിയാക്കി തീർക്കും. എനിക്ക് ഈ ദൂത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ആത്മാവിൽ നൃത്തം ചവിട്ടി ആ ദൂതെടുത്ത് സ്തോത്രം ചെയ്യണമെന്നാണ്, ശുശ്രൂഷിക്കണമെൻ്റെ ആർത്തി. അത്രമാത്രം എൻ്റെ ഉള്ളിനകത്ത് ആത്മാവ് ധൈര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, ഈ ഉപവാസത്തിൻ്റെ 11-ാം ദിവസം ഈ ഉപവാസത്തോടെ ചേർന്ന് ആരാധിക്കുന്ന ദൈവമക്കളിൽ ആത്മാവിൽ പറയാം, നിങ്ങളെ ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. അവിടെ നിന്ന് പോയിട്ട് കണ്ണാടിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഈ മുഖം ആട് മുഖം എന്നറിയാമോ? ദൈവത്തിന്റെ മുഖമാണ്. എൻ്റെ ദൈവത്തിന്റെ മുഖമാണെങ്കിൽ ഞാൻ ദൈവത്തിന് പകരക്കാരൻ വന്നിരിക്കുന്നു. അവിടെ ഞാൻ കൽപ്പിക്കുന്ന കാര്യം നടക്കും. ഞാൻ കൽപ്പിക്കുന്ന നടന്നിരിക്കും. ദൂതന്റെ പുറകിലാണ് പത്രോസ് പോയത്. 1-ാം വാതിൽ, 2-ാം വാതിൽ, ഇരുമ്പ് വാതിൽ മൊത്തം തുറന്നു. നിങ്ങൾ ബാക്കി നോക്കിയേ. പത്രോസ് ഒന്ന് വായിക്കോ. പത്രോസിന് 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു വിടാമോ? പൊന്തോസിൽ, ആസിയയിലും ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തു രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർ എഴുതുന്നത്. നോക്കണം, പൊന്തോസിലും ആസിയയിലും പമ്പുലിയയിലും കിർഗസിലും എല്ലാത്തിലും പോയിട്ട് അത്ഭുതം ചെയ്തു. അവിടെ എല്ലാ അത്ഭുതം കണ്ടു. നമ്മൾ 2-ാം അധ്യായം വായിക്കും, ഒറ്റ പ്രസംഗത്തിൽ തന്നെ ദൈവം വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഈ 10-ാം അധ്യായത്തിന്റെ അപ്പോസ്തലർ 12-ാമത്തെ ശേഷം നാം കാണുമ്പോൾ ഒത്തിരി വിടുതലൊക്കെ ദൈവാത്മാവ് പത്രോസൊക്കെ താൻ ചെയ്യിപ്പിച്ചു. തൻ്റെ മേൽ കിടക്കുന്ന അധികാരത്തിൻ്റെ ശക്തി ശ്രേഷ്ഠമായതുകൊണ്ട് ഒരു ശക്തിക്കും തൻ്റെ മേൽ തൊടുവാൻ അനുവാദമില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ ഉപവാസത്തിൻ്റെ 12 ദിവസം ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളോടായി പറയാം, ഞാൻ എനിക്ക് വേണ്ടി അവൻ നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം, ഫോർ മീ, അത് ഞാനാണ്. ആ വ്യക്തി ഞാനാണ്. ആ വ്യക്തി ഞാനാണ്. എൻ്റെ എൻ്റെ ശബ്ദം ദൈവശബ്ദമാണ്. എൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവാണ്. എൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖമാണ്. ഞാൻ കാലെടുത്ത് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കാല് പോലെയാകും. ഞാൻ കൈ ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ കൈ പോലെയാകും. അവൻ ഞാൻ എന്ത് കൽപ്പിച്ചാലും ദൈവം കൽപ്പിക്കുന്ന രൂപത്തിൽ സംഭവിക്കും. ആ രീതിയിലേക്ക് ദൈവം എന്നെ ഇന്ന് രാവിലെ ഒരുക്കിയെടുക്കുന്നു. ആ നിലയിൽ ആ ഒരു പ്രിപ്പറേഷൻ ഈ ദിവസം നടക്കുന്നു എന്ന് ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പറയാം. എല്ലാ കണ്ണുമടയ്ക്കാം. ഒരു നിമിഷം അൺമ്യൂട്ട് ചെയ്ത ശേഷം അല്പനിമിഷം വചനത്തിൽ നിന്നുണ്ടാകെ അന്യഭാഷ പറയാം. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കും, എന്നെ സാക്ഷ്യമാകും. കൈയടിച്ച് അന്യഭാഷയോടെ തന്നെ പറ. ആവേ സ്വാതന്ത്ര്യമുള്ള ഭവനത്തിരിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് ആത്മാവിൽ അന്യഭാഷ പറ. ആ ദൈവം എനിക്ക് വേണ്ടി. യെസ്, കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. ആ ദൂത് കത്തട്ടെ, ആ ദൂത് കത്തട്ടെ, ആ ദൂത് കത്തട്ടെ. ഓ രീ ബാ ഷാ ബാ രഗ ജന ഇദ ബദ മദ ഇദ ഗാ രഗ ശല. ദൂത് കത്ത്, ദൂത് കത്ത്, ദൂത് കത്ത്, ദൂത് കത്തുന്നു. ഓ ദൂത് കത്തു, ദൂത് കത്തുന്നു. ഇദ ബദ ബദ ബ ശബല ബ ഇദ ബ ശമല ബ ഇദ ബദ ബദ മദനി ബ ശബല ബ ഇദ ബ ശബല ബ. ദൂത് കത്ത്, ദൂത് കത്ത്, ദൂത് കത്ത്, ദൂത് കത്ത്, ദൂത് കത്ത് റിബല ഇദ ബദ ബദ ഗ ശമല ബ ഇദ ഇദ ബ ഇദ ബ ശബല ബ ഇദ Dabada, dabada, dibadaba, dibada, dibada. Dabada, badabada, dibada, shabalaba. Dabada, bidabada, bidaba, shabalaba. Oh, bida. Oh, the ഭവനത്തിനകത്ത് ആമേ ആ വിടുതൽ, ആ ഓരോ ഭവനത്തിനകത്ത് ആ വിടുതൽ വരുന്നു. ഉറക ശബലബ ദിദ ദിദബദ ബദമ തരബ ശബലബ ദിദബദ ബദനബ ദിബലബ ശബലബ Bidabada, 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 shabadaba, bidabada, 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 shabadaba,
സൂര്യാദി ഗിബയോനിലും ചന്ദ്രാദി അഖില താഴ്വരയിൽ നിൽക്കാൻ കൽപ്പിച്ചതുപോലെ അവ ഇന്ന് രാത്രി കൽപ്പിക്കുന്നു, ഈ പകൽ കൽപ്പിക്കുന്നു. സൂര്യാദി ഗിബയോനിലും ചന്ദ്രാദി അഖില താഴ് നിൽക്കാൻ കൽപ്പിച്ച അതേ ദൈവശബ്ദം. ഓ ദീവ രാമ ധീര ജാന ധീരബലക്ഷ യെസ് 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 കത്തട്ടെ 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 ആര് കത്തട്ടെ. ധീരബല മനഗട കഥനം ശബലബ അടമാനക ശബലബ ധീരബന ധീരബട മദനം ശബലക ധീരജന ഉടബട മദനം ശബലക ധീര ധീരബദ രിബ ശബ രിബദബ രഗസി ധീരബട മദനബ ശിബലക ധീരജന അടഗദ റിബ ശംബരാദ രഗശസി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ ഇറങ്ങി വരട്ടെ. അരക ശബലകടകൾ ശലാദന ഓ റിബദം ശബലബ റിബദബ രമ ധീരബട മദനം ശബലക ധീരജ ശഗലബ ഓ റീഖാ ധീര ശബലബ ധീരബട മദമ ശബത്രാദന ഉദബട മദബദ റിബലം ശബലക ധീര അദശബരക ധീരബ ശംബരാദന യുരാദനം ശലാം ബദധരാ ദിരക്ഷലാദന വൈഡത്തിരിബിഡബ ശംബരാ ദിരക്ഷസിര. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇറങ്ങി സൗഖ്യമടക്കിയാണ്. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ, അത്ഭുത വ്യത്യാസങ്ങൾ. സാമ്പത്തിക വിഷയത്തിനകത്ത് ദാരിദ്ര്യങ്ങൾ കൊണ്ടിട്ട് വ്യാപരിച്ച, കടങ്ങൾ കൊണ്ടിട്ട് വ്യാപരിച്ച, ശൂന്യത കൊണ്ടിട്ട് വ്യാപരിച്ച ആ വ്യാപാരക്കെട്ട് ഇപ്പോൾ തന്നെ ദൈവം ശാസിക്കുന്നു. നമ്മുടെ നാവുകൊണ്ട് തന്നെ വാക്ക് പറയുന്നു. ആ തലമുറ ഭാവി നമ്മുടെ നാവുകൊണ്ട് ഓപ്പൺ ആകുന്നു. തലമുറ വിദ്യാഭ്യാസം നമ്മുടെ നാവുകൊണ്ട് ഓപ്പൺ ആകുന്നു. യെസ് ആമേൻ ആമേൻ. ഭവനത്തിൽ വരേണ്ട അവകാശങ്ങൾ ആ ദൈവാത്മ നാവ് കൊണ്ട് പറഞ്ഞു വരുത്തുന്നു. ഓ റിവ ശര ബര ഘടകശി റിബലഗട ബര ബര ബദിരി ബര ബശലാദന ഓ റിവ ശബ ഖരാദന അഗശല ബര ബദിരം ഖരാദന ശശി വിദംബര ഘടകദുരാദിക ശാലക ചരാദന ഓ റിവ ത്രി ബിദ ബര ബശംബരാദന അഗത്രി ഘടക ശാലക ചരാദന രക്തത്താൽ ചെയ്യപ്പെടുക്കുന്നു. ആമേ. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ച വ്യക്തി അവ എൻ്റെ സ്തുതിയെ വിവരിക്കും വിവരിക്കും വിവരിക്കും. 2026 ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി മുതൽ നമ്മ ദൈവത്തിൻ്റെ അത്ഭുതത്തെ വിവരിക്കാൻ നമ്മുടെ നാവിനെ കർത്താവ് ഇന്ന് മുതൽ ഉപയോഗിക്കുകയാണ്. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. ഷീനാൻഡി ദൈവസന്നിധി ഒരു വാക്കുകൂടി പ്രാർത്ഥിച്ച് നിർത്തിക്കോ. ദൈവം ഇന്ന് രാത്രി ആ ഭവനത്തിനകത്തും കുഞ്ഞുങ്ങളിലും ദീപേശിരിക്കുന്നവർക്കും ഇവിടെ ആയിരിക്കുന്ന പ്രിയ ബിൻമരിയാൻ ജെയ്സിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിശ്വാസികൾക്ക് ഈ ദൂത് വളരെ അത്ഭുതമാകട്ടെ. ഈ സന്ദേശം ആരൊക്കെ കേൾക്കുന്നോ അവരെ ഗ്രഹതലത്തിലും ഈ ദൂത് ഇറങ്ങി വരട്ടെ. ഈ ദൂത് അത്ഭുതം സംഭവിക്കാത്തക്കവണ്ണം പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും പറയട്ടെ. താങ്ക് യു ലോ, താങ്ക് യു ലോ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല സ്വർഗീയ പിതാവേ, കർത്താവേ, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട എത്ര മനോഹരമായ ഒരു ദിവസം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ, അങ്ങയുടെ സന്നിധി കർത്താവേ, ദൈവമേ എത്രയോ മനോഹരമാണ് കർത്താവേ. ഞങ്ങളുടെ വചനങ്ങൾ കർത്താവിന്റെ കാലം മാറ്റമുണ്ട് കർത്താവേ. ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാനും ഗ്രഹിപ്പാനും പ്രാപിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ. ഇതുപോലെ കാലം ദേവദാസിനെ ദൈവത്തെ ഉപയോഗിച്ച കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് ആരോഗ്യത്തോടെ ബലത്തോടെ ശുശ്രൂഷിപ്പാനും കർത്താവ് ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. തനുവായിൽ നിന്ന് വീണ ഓരോ വാക്കുകളും കർത്താവെ ഞങ്ങളത് ഒപ്പിയെടുക്കുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ നാവിനെ കർത്താവെ ഇന്ന് മുതൽ ഞങ്ങൾ ചെയ്ത് കൽപ്പിപ്പാൻ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാവ് കർത്താവെ കെട്ടിയിരിക്കുന്ന ഒരു കൊടില് കൊണ്ട് കർത്താവ് കൊണ്ടുവന്ന് തീക്കരൽ വെച്ച് കർത്താവെ ശുദ്ധീകരിച്ച് ഒരു ദിവസത്തെ നല്ല കർത്താവെ ഞങ്ങളുടെ ജീവിതാന്ത്യം വരെ കർത്താവെ ഞങ്ങളുടെ വാക്കുകൾ കർത്താവെ ദൈവം ഞങ്ങൾ പറയുന്ന എല്ലാം കർത്താവ് വായിലാണെന്ന് ശാപം അനുഗ്രഹമിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ, ധൈര്യം, ഉറപ്പ് കർത്താവെ. അതിദോസിനെ പോലെ കർത്താവെ ദൈവമേ ഹല്ലേലൂയ. കഴിവില്ല എന്ന് പറഞ്ഞു യശയ്യാവ് പറഞ്ഞു, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എനിക്കിതൊന്നും കഴിയില്ല, എന്നാലും ഞാൻ അശുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു കർത്താവെ. അങ്ങ് തൊട്ടപ്പോൾ അങ്ങയുടെ വചനം കർത്താവെ ഉള്ളിൽ ചെന്നപ്പോൾ കർത്താവ് ധൈര്യമുള്ളതുപോലെ ഇന്ന് വൽക്കാലം ഞങ്ങളെല്ലാവരും കർത്താവ് ധൈര്യമുള്ളവരാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യും.
കർത്താവേ. എവിടെയെങ്കിലും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വിശ്വസ്തകളോ കർത്താവേ, ദൈവം ഒളിഞ്ഞു കിടക്കുന്ന കർത്താവേ ധൈര്യമില്ല ഇനിയൊക്കെ മാറി കർത്താവേ. ദൈവമേ ഞങ്ങൾക്ക് ധൈര്യമുള്ളവരായി കർത്താവേ, ഞങ്ങളുടെ പിശാചിനോട് കർത്താവേ ഞങ്ങളുടെ കാൽക്കിളവെ ചവിട്ടുന്ന ധൈര്യവും ബലവും ഉറപ്പും കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദാസിനിയോട് ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കൾക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവേ. മാതാപിതാക്കളോടായിരിക്കുന്നല്ലോ ഈ വചനം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവ്. വചനമായി അവർക്കും കർത്താവ് വിടുതലാക്കി കൃപയ്ക്കായി സ്തോത്രം. സംശിഷ്ടനായി സ്തോത്രം. കുടുംബമായി ദൈവം